കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. പൂപ്പാറയിൽ ജലജീവൻ മിഷന്റെ പൈപ്പ് കത്തി നശിച്ചതിനെ തുടർന്ന് കുടിവെള്ള വിതരണം പദ്ധതി അവതാളത്തിലായി. പദ്ധതിയുടെ ഭാഗമായി ഗ്രാമീണ റോഡുകളും തകർന്നു. മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡുകൾ പുനഃസ്ഥാപിക്കാനോ പദ്ധതി പൂർത്തീകരിക്കാനോ നടപടിയില്ല. കഴിഞ്ഞ മാർച്ച് 1 എസ്റ്റേറ്റ് പൂപ്പാറയിൽ വില്ലേജ് ഓഫീസിന് സമീപത്തെ മൈതാനത്ത് സൂക്ഷിച്ചിരുന്ന 70 കിലോമീറ്റർ നീളമുള്ള പൈപ്പ് കത്തിച്ചത്. നെടുങ്കണ്ടം, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും നാട്ടുകാരും ചേർന്ന് 2 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ കെടുത്തിയത്. 2.60 കോടി രൂപയുടെ പൈപ്പുകൾ കത്തിനശിച്ചതായാണ് ജലവിഭവ വകുപ്പ് അധികൃതർ പറയുന്നത്. പൈപ്പുകൾ കത്തിനശിച്ചതോടെ രാജകുമാരി, ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി റോഡുകളുടെ ഇരുവശവും കാനകൾ തീർത്തിരുന്നു. ഗ്രാമീണ കോൺക്രീറ്റ് റോഡുകളും ടാറിംഗ് റോഡുകളും കുത്തിപ്പൊളിച്ചാണ് പൈപ്പുകൾ സ്ഥാപിച്ചത്. 1 മാസത്തിനകം പുനർനിർമ്മിച്ചു നൽകാമെന്ന വ്യവസ്ഥയിലാണ് റോഡുകൾ കുത്തിപ്പൊളിച്ചത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡുകൾ പുനർനിർമ്മിക്കാനോ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനോ നടപടിയില്ല. മഴക്കാലമായതോടെ റോഡുകളിലൂടെയുള്ള സഞ്ചാരവും ദുർഘടമായിരിക്കുകയാണ്. പൂപ്പാറ ജലജീവൻ പദ്ധതിയുടെ ഓസ് കത്തിപ്പോയതിനെ തുടർന്ന് ജലജീവൻ പദ്ധതിയുടെ പരിപാടികളെല്ലാം മുടങ്ങിക്കിടക്കുക. ഞങ്ങളുടെ റോഡ് മൊത്തം വെട്ടിപ്പൊളിച്ച് എല്ലാ വീട്ടിലേക്കും കണക്ഷൻ കൊടുത്തതെല്ലാം പൊളിച്ച് കോൺക്രീറ്റിൻ്റെ ഇതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുക. വണ്ടിയും വരികയില്ല, ഒന്നും വരികയില്ല. വലിയ വണ്ടിക്ക് ഇവിടെ ലോഡ് വന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഒന്നും വരത്തില്ല. ഇപ്പോൾ ഏതായാലും ഭയങ്കര കഷ്ടമാണ്. റോഡിൽ കൂടെ ഇറങ്ങി വരാനോ വലിയ വണ്ടികൾ വരാനോ ഒന്നും പറ്റുകയില്ല. എറണാകുളം സ്വദേശിയാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി ശാന്തമ്പാറ, രാജകുമാരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ പൈപ്പുകൾ സ്ഥാപിക്കാൻ കരാറെടുത്തിരുന്നത്. കത്തിനശിച്ച പൈപ്പുകൾ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ പൈപ്പ് കത്തിയതിന്റെ നഷ്ടം ആരാണ് വഹിക്കേണ്ടതെന്ന കാര്യത്തിൽ വകുപ്പിന് അന്തിമ തീരുമാനമെടുക്കാൻ കഴിയൂ. ശാന്തമ്പാറ, രാജകുമാരി പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. റോഡുകളെല്ലാം തകർന്ന അവസ്ഥയിലുമാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ലൈഫ് പദ്ധതി പ്രകാരം അനുവദിച്ച വീട് നിർമ്മിക്കാൻ വനം വകുപ്പ് അനുമതി നൽകുന്നില്ലെന്നാരോപിച്ച് ദമ്പതികൾ ഇടുക്കി കണ്ണമ്പടി കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. ഇടുക്കി റേഞ്ച് ഓഫീസർ നൽകിയ ഉറപ്പ് പാലിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. നാളെ ഈ അനുഭവം എനിക്കും വരും. ബുദ്ധിമുട്ടുണ്ട് ഇത്.